നേഴ്സുമാർ സമരം ന്യായമാണ്, തികച്ചും ന്യായമാണ്. കാരണം 40,000 രൂപ ശമ്പള വർധനവ് ചോദിക്കുമ്പോൾ 8 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നേഴ്സുമാരുടെ വിഷയമാണ്. നമ്മുടെ മാലാഖന്മാർക്ക് ചെയ്യുന്ന സമരം ന്യായമാണോ? തികച്ചും ന്യായമാണ്. അവർക്ക് ആ അർഹതപ്പെട്ട ശമ്പളം തന്നെ കിട്ടണം. അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടുകയും വേണമാരുണ്ട്. നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഈ നേഴ്സുമാരാണ്, അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് 40,000 രൂപ ശമ്പളം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അവരുടെ അവകാശമാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെയും ചില ചോദ്യങ്ങൾ ചില കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ഫേസ്ബുക്കിന്റെ ഒരു വിശദമായിട്ട് 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച ഒരു നേഴ്സ് ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് 2018 ഈ നഴ്സിംഗ് അസോസിയേഷൻ ഒരു സമരം ചെയ്തു. പക്ഷെ അതിനുശേഷം പ്രൈവറ്റ് മാനേജ്മെന്റുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനെ സമരം ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യമല്ല. ഫേസ്ബുക്കിലടക്കം ഞാൻ പല പോസ്റ്റുകളിലും കണ്ട ഒരു ചോദ്യം കൂടിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നഴ്സുമാർ ചെയ്യുന്ന സമരം ന്യായമാണ്. അവർക്ക് ആ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ അവരോടൊപ്പം നിൽക്കുകയും വേണം. കാരണം ഭൂമിയിലെ മാലാഖമാരാണ് അവർ. ഞാൻ മുൻപിൽ പറഞ്ഞ ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റില്ലേ, ഞാനതൊന്ന് വായിക്കാം. ജാസ്വിൻ ഷാ: ഞാനൊരു നേഴ്സാണ്. 30 വർഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ഇപ്പോൾ സ്വന്തമായി തീരുമാനമെടുത്ത് ഹോം കെയറും പാലിയേറ്റീവും ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. ജാസ്മിൻ ഷാ, നിങ്ങളോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല? അതൊരു ചോദ്യമാണ് കേട്ടോ. രണ്ടാമത്, 2018 സമരം ചെയ്തു. അതിനുശേഷം ഇന്നുവരെ കണ്ടിട്ടേയില്ല. ഈ ഒരു സംഘടനയെ കുറിച്ച് യാതൊരു നേഴ്സുമാരുടെ അവകാശങ്ങൾക്കും വേണ്ടിയും കണ്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ ആ ചോദ്യം ഇവർ ഉന്നയിച്ചത് ശരിയാണെങ്കിൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യം കൂടിയാണ്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അകത്തൊരു ചോദ്യം കൂടെ. ഈ 10 വർഷമായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് എവിടെയായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു തവണ പോലും പ്രതിപക്ഷം ഈ നഴ്സുമാർക്ക് വേണ്ടിയും സംസാരിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൊണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, ജാസ്മിൻ ഷായ്ക്കെതിരെ വന്ന സാമ്പത്തിക ക്രമക്കേട് കേസുകൾക്ക് മറുപടി പറയണം. ഇന്ന് ഇപ്പോ മാർച്ച് 12-ാം തീയതി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം കണ്ടു. അതായത് ED, അതായത് തൃശ്ശൂര് സെഷൻസ് കോടതിയിലേക്ക് 2017-18 കാലഘട്ടത്തിൽ ഫണ്ട് തിരിമറി നടത്തി എന്ന് പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ ജാസ്മിൻ ഷായി അടക്കമുള്ള അന്നത്തെ ഭാരവാഹികളായിട്ടിരുന്ന ആളുകൾക്കൊക്കെ എതിരെ ഒരു കേസ്, കുറ്റപത്രം കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും അതിനുശേഷം അത് ED ആ കേസ് ഏറ്റെടുക്കുകയും ഇന്നിപ്പം 1.44 കോടി രൂപയുടെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതും ഈ ഒരു സമരത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നഴ്സുമാരുടെ സമരം ന്യായമാണ്. അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം ഈ സമരം. അല്ലാതെ മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഈ സമരത്തിൽ ആരും പങ്കുചേരരുത്. അത്തരം ഗൂഢാലോചനകൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മാലാഖമാരെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന റോഡ് ഷോയ്ക്ക് നഴ്സുമാർ കൂവുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇവിടുത്തെ ചില ആശാമാർ അതിനെ തെറ്റായി പ്രചരിപ്പിച്ച് അത് ഭയങ്കരമായിട്ട് വൈറലാക്കുന്നത് കണ്ടു. പക്ഷെ അതൊരു അറിവില്ലായ്മ ആയിരിക്കാം. കാരണം അത്തരത്തിലൊരു സംഭവം നടക്കാൻ പാടില്ല എന്ന് അവരുടെ നേതാവ് തന്നെ പറയുകയുമുണ്ടായി. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ സമരം ചെയ്ത ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ഈ തൊഴിലാളി സമരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. 1886 മെയ് മാസം 1-ാം തീയതി ഷിക്കാഗോയിൽ നടന്ന വലിയ ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. തൊഴിലാളികൾ സംഘടിച്ച് 8 മണിക്കൂറായി അവരുടെ തൊഴിൽ സമയം വെട്ടിച്ചുരുക്കണമെന്നും അതേപോലെ തന്നെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ വേണമെന്നും അവർക്ക് ചെയ്യുന്ന തൊഴിലിന് അർഹമായിട്ടുള്ള കൂലി വേണമെന്നും പറഞ്ഞു. ആ ഒരു സമരത്തെ അന്ന് ഉണ്ടായ മെയ് 4-ാം തീയതി 1886 മെയ് 4-ാം തീയതി ഉണ്ടായ ബോംബ് ആക്രമണത്തിലും വെടിവെപ്പിലും നിരവധി തൊഴിലാളികൾ രക്തസാക്ഷിത്വം വരിക്കുകയും അതിനുശേഷം ലോകത്തെമ്പാടും നടന്ന തൊഴിലാളി സമരങ്ങൾ നടക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളി സംഘടനകൾ രൂപപ്പെടുകയും തൊഴിലാളി
സംഘടനകൾ രൂപപ്പെട്ടുകൊണ്ട് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് ലോക തൊഴിലാളി ദിനമായിട്ട് മെയ് 1 മാറുകയും ഉണ്ടായത്. ഈ ആഭാസം എന്നൊക്കെ പറയുന്ന ആളുകളും സമരം ചെയ്യുന്നതിനോട് പുച്ഛിക്കുന്ന ആളുകളും ഒന്ന് മനസ്സിലാക്കണം, ലോകത്ത് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ, ന്യായമായിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പോലും, രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാൻ പോലും സമരത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുത്തത്. സമരത്തെ പുച്ഛിക്കുന്ന ആളുകൾ ഉണ്ടാകാം, പക്ഷെ അവരും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഈ വായിച്ച പോസ്റ്റ് ഉണ്ടല്ലോ ഫേസ്ബുക്കിന്റെ, അതിന്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കാം. ഇവരെന്താണെന്നോ ഏതാണെന്നോ അറിയില്ല, പക്ഷെ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെയും ശരിക്കും നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അതേപോലെ തന്നെ അത് പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. സമരം ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സമരം വിജയിക്കട്ടെ. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ അക്ഷീണം പരിശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റ് അംഗീകരിക്കട്ടെ. നിങ്ങൾക്ക് നല്ല വേതനം ലഭിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.